റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ്, റിലേഷൻഷിപ്പിൽ എന്താണ് ശരിക്കും, പ്രത്യേകിച്ചും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എടുക്കുക. ഇപ്പോൾ ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും നമ്മൾ എക്സ്പെക്ടേഷനിലാണ് അല്ല എങ്കിൽ, നമ്മുടെ എക്സ്പെക്ടേഷനിലുള്ള ആളല്ല എങ്കിൽ നമ്മൾ എന്താണ്, പരമാവധി നമ്മൾ പ്രശ്നങ്ങളായിരിക്കുമല്ലോ അവിടെ. നമ്മൾ പരമാവധി കുറ്റങ്ങൾ പറയും, നമുക്ക് പരാതികൾ പറയും. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ആ ഒരു ആളെ വിട്ടിട്ട് വേറൊരാളെ അന്വേഷിച്ച് പോയാലും, വേറൊരു റിലേഷൻഷിപ്പിൽ വന്നാലും നമുക്ക് സെയിം എക്സ്പീരിയൻസ് റിപ്പീറ്റ് ചെയ്യുന്നവരാ. അതായത് ഒരു അഫെയർ ഫെയിലിയർ ആയിട്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത അഫെയറിലേക്ക് പോകുന്നവരുണ്ടല്ലോ, രണ്ടാമത് വേറെ അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെയും രണ്ടാമത്തെ അഫെയറിനും സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണവരാ. അപ്പൊ നമ്മൾ ഒരിക്കലും ആള് മാറിയല്ലോ, പിന്നെന്താ പ്രശ്നം? ആള് മാറിയ പ്രശ്നം മാറൂല. ആള് മാറിയ പ്രശ്നം മാറൂല, നമ്മൾ മാറാതെ ഈ പ്രശ്നം മാറൂല. കാരണം നമ്മുടെ ഉള്ളിലാണ് എന്തുള്ളത്, ഞാൻ കൊള്ളൂല അല്ലെങ്കിൽ എന്നെ ഇഷ്ടമല്ല എന്നുള്ളൊരു തോന്നലുള്ളൂ നമ്മുടെ ഉള്ളിലാണ്, അല്ലെ? നമ്മുടെ ഉള്ളിൽ ആ തോന്നല്, നമ്മൾ അതിന് കാരണങ്ങൾ കണ്ടെത്തും. എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇന്നലെ വിളിക്കാതിരുന്നത് പോയിട്ട്, അല്ലെങ്കിൽ എന്റെ മെസ്സേജിന് റിപ്ലൈ അയക്കാതിരുന്നത്, അല്ലെ? കപ്പിൾസ് തമ്മിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്, എന്റെ മെസ്സേജിന് റിപ്ലൈ അയക്കാതിരുന്നത് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട്. എന്നെ ഇപ്പൊ തീരെ താല്പര്യമില്ല, അല്ലെങ്കിൽ വേറെ ആൾക്കാരായിട്ടാണ് ഇഷ്ടം, എന്നെ ഒരു വിലയില്ല. പലരും പറഞ്ഞിട്ടില്ല, ഈവൻ സെലിബ്രിറ്റീസ് പോലും ഇന്റർവ്യൂല് പറയാറുണ്ട് വീട്ടിലൊരു വിലയില്ല എന്നുള്ളത്. വിലയില്ല, അത് എവിടെന്ന് വന്നെന്നറിയാവോ? ഇവരുടെ ഉള്ളില് ഇന്നർ ചൈൽഡിലാണ്. അപ്പൊ നിങ്ങൾ ഇന്നർ ചൈൽഡ് ലിബറേറ്റ് ചെയ്താൽ മാത്രമാണ് യഥാർത്ഥ രീതിയിൽ ഹീലിംഗ് നടക്കുള്ളൂ. ഹീലിംഗ് നടക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ് ഉണ്ടല്ലോ പറക്കും ശരിക്കും. നമ്മൾ ലൈഫിലെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും.